കുട്ടികളിലും വരാം ചിലപ്പോൾ. നമ്മൾ ഇപ്പം ചിലപ്പോൾ ജന്മനമായി തന്നെ ഇപ്പോൾ ചില അസുഖങ്ങൾ കിഡ്നിനെ തന്നെ ബാധിക്കുന്ന ഹെറിഡിറ്ററി ഡിസീസ് എന്ന് പറയും. പിന്നെ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് നമ്മൾ ചിലപ്പം പ്രഗ്നൻസി ടൈമിൽ തന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം കണ്ടേക്കാം വൃക്കയ്ക്ക് ചിലപ്പം വീക്കം വരാം ഒബ്സ്ട്രക്ഷൻ കൊണ്ട്, അല്ലെങ്കിൽ വൃക്കകളിൽ സിസ്റ്റ് കണ്ടേക്കാം, മൾട്ടി സിസ്റ്റിക് കിഡ്നി ഡിസീസ്. ഇപ്പോൾ കുട്ടി മറ്റേ ജന്മനമായി തന്നെ കിഡ്നിക്ക് തകരാറ് നമുക്ക് സ്കാൻ വെച്ച് കാണിക്കാം. ഇപ്പോൾ ഒരു കിഡ്നിക്ക് മാത്രം ഇങ്ങനത്തെ സിസ്റ്റിക് ഡിസീസ് ഒക്കെ ആണെങ്കിൽ കൊച്ചിന് സാധനം വെക്കാൻ ഒരു കിഡ്നി മതി നോർമലി ജീവിക്കാൻ. അപ്പം അവർക്ക് സാധാരണ ഒരു റീസണബിളി നോർമൽ ലൈഫ് ആയിരിക്കും. യാദൃശ്യമായി ചിലപ്പം കണ്ടുപിടിച്ച് വരുന്ന ഈ മറ്റേ കിഡ്നിക്ക് ഇങ്ങനത്തെ സിസ്റ്റോ ഡിസീസസ് ഉണ്ടെന്ന്. പിന്നെ ഗ്ലോമറൽ നെഫ്രൈറ്റിസ്, കുട്ടികൾ സാധാരണ കാണുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് നീര് വരിക, പെട്ടെന്ന് നീര് വന്നിട്ട് പിന്നെ കുറേ നാളായിട്ട് ചിലപ്പം മരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ കുറേ പിന്നെ വീണ്ടും വീണ്ടും റിലാപ്സ് അടിച്ച് വരുന്നത്. പിന്നെ ചിലപ്പം ഗ്ലോമറൽ നെഫ്രൈറ്റിസ്, ഈ കുട്ടികൾ സാധാരണ കാണുന്ന തൊണ്ടവേദന അല്ലെങ്കിൽ തൊലിയിൽ കരപ്പനൊക്കെ വരുമ്പോഴത്തേക്ക് ഗ്ലോമറൽ നെഫ്രൈറ്റിസ് ആയിരിക്കും കിഡ്നിനെ ബാധിക്കുന്നത്. ഇവർക്ക് അങ്ങനെ കുട്ടികൾക്ക് മൂത്രം പോകുമ്പോൾ ചിലപ്പം തേയിലയുടെ നിറം അല്ലെങ്കിൽ രക്തമയത്തിന്റെ നിറം കണ്ട് മൂത്രം വെള്ളം കുറേ നീര് പെട്ടെന്ന് വരിക. സാധാരണ ഈ കിഡ്നിയുടെ ഒരു ദേഹത്തിൽ എക്സസ് വെള്ളം ഒന്ന് കളയാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരും. നമ്മൾ കുടിക്കുന്ന വെള്ളവും ഉപ്പും നമ്മൾ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് പ്രഷർ കൂടാം, നീര് കൂടുതൽ വരും. അപ്പൊ സാധാരണ ഈ കുട്ടികൾ കൺപോളകളിലൊക്കെ ആയിരിക്കും സാധാരണ നീര് ആദ്യം കാണുക.